ആസ് എ മിലിറ്ററി പൈലറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എക്യുപ്മെന്റ്സ് ഞാൻ ആദ്യം പറത്തി തുടങ്ങിയത് ചേത്തക് എന്ന ഹെലികോപ്റ്റർ ആയിരുന്നു. ചേത്തക് ഹെലികോപ്റ്ററിൽ ഒരു മാപ്പ് കയ്യിൽ വെച്ച് ഗ്രൗണ്ടിൽ നോക്കിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ആണോ? അപ്പൊ എങ്ങനെയാ അതനുസരിച്ച് പോവുക? കയ്യിൽ മാപ്പ് വെച്ചിട്ട്? കയ്യിൽ മാപ്പ് ഉണ്ടാവും, മാപ്പിൽ നോക്കും, ഓക്കെ മാപ്പിൽ ഒരു റോഡ് എത്തി, റെയിൽവേ ലൈൻ, ആ റോഡും റെയിൽവേ ലൈൻ, അപ്പൊ നമ്മൾ അതിന്റെ മുകളിലെത്തി, കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി, ഇനി ഇവിടെ അടുത്ത സ്ഥലം. ചില ആൾക്കാർക്ക് വിമാനം പൊങ്ങുന്ന സമയത്താണ് ടെൻഷൻ, ചില ആൾക്കാർക്ക് വിമാനം താഴുന്ന സമയത്താണ് ടെൻഷൻ. ശരിക്കും പറത്തുന്ന ആൾക്കാർക്ക് ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ റിസ്ക്? അത് ഞാൻ പറയാൻ ഞാൻ എയർഫോഴ്സ് അക്കാഡമിയിലാണ് ട്രെയിൻ ചെയ്ത്. അവിടെ എപ്പോഴും എൻ്റെ ഇൻസ്ട്രക്ടർ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ടേക്ക് ഓഫ്സ് ആർ നോട്ട് മാൻഡേറ്ററി ബട്ട് ലാൻഡിങ് ഇസ്. ദാറ്റ് മീൻസ് ടേക്ക് ഓഫ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ടേക്ക് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ ലാൻഡ് ചെയ്തോണം. കാരണം ലാൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ജീവിതമല്ലേ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ബുദ്ധിമുട്ടുണ്ട്. ടേക്ക് ഓഫ്, യെസ്, ടേക്ക് ഓഫിലും ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഭാഗം ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് ഒരു എയർക്രാഫ്റ്റിൽ. ഓക്കെ. അപ്പം മേഘത്തിനിടിക്കുന്ന സമയത്തോ? അപ്പോൾ മേഘത്തിലിടിക്കുന്ന മേഘം ഭയങ്കര പാവാന്ന്, വിട്ടുതരും നമുക്ക്, പൊയ്ക്കോളാൻ പറയും. ആണോ? മേഘത്തിലിടിക്കുന്ന സമയത്ത് ഒരു കുലുക്കമൊക്കെ ഇല്ല? അത് മേഘത്തിലിടിക്കുന്ന സമയത്തല്ല, അത് മനസ്സിലാക്കണുണ്ടാകും. മേഘം കുഴപ്പമില്ല, മേഘത്തിനേക്കാൾ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് കറുത്ത മേഘങ്ങളുണ്ട്, അതാണ് കുഴപ്പം. കാർമേഘം അതിൻ്റെ അകത്താണ് പ്രശ്നം. ഒന്നും കാണില്ല എന്നുള്ളതല്ല, അതിനുള്ളിൽ നമ്മൾ സാധാരണ കാറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഹൊറിസോണ്ടലി, അതിനുള്ളിൽ നമുക്ക് വെർട്ടിക്കൽ വിൻസ് ഉണ്ടാവും. വെർട്ടിക്കൽ വിൻസ് ഉള്ളപ്പോൾ എയർക്രാഫ്റ്റിന് പെട്ടെന്ന് പോകുന്ന എയർക്രാഫ്റ്റിന് അതിൻ്റെ പോകുന്ന ആ ലിഫ്റ്റ് കിട്ടില്ല, പറക്കാൻ പറ്റില്ല, പെട്ടെന്ന് താഴേക്ക് പോവാം, മുകളിലേക്ക് പോവാം. അതാണ് നമ്മൾ ആ ഒരു ഫോൾസ് ആയിട്ട് നമുക്ക് അതിൽ ഫീൽ വരുന്നത്.